നമസ്കാരം. ഫുട്ബോൾ വീഡിയോ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാച്ച് ഡേ ഗെയിം വീക്ക് 5 വന്നിരിക്കുകയാണ്. ലീഗയിലും പ്രീമിയർ ലീഗിലും ഒക്കെ. സിരിയയിലോട്ടും മറ്റും വരുമ്പം ഗെയിം വീക്ക് 4 ആണ്. ബുണ്ടസ് ലീഗയിലോട്ടും വരുമ്പം. സോ നമ്മൾ നോക്കാനായിട്ടാണ് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ആണ് ഈ വീഡിയോയോട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസും പ്രഡിക്ഷൻസും കൂടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് നേരെ ഒട്ടും സമയം കളയാതെ പ്രീമിയർ ലീഗിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ പ്രീമിയർ ലീഗിലെ ബിഗ് സൈഡ്സുകളുടെ മേർസിസൈഡ് ഡെർബിയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം കിക്ക് ഓഫ് ചെയ്യുന്നത്. ഇന്ത്യൻ സമയം 5 മണിക്ക് ലിവർപൂൾ ആൻഫീൽഡിൽ എവർട്ടനെ നേരിടും. സോ ഡേവിഡ് മോയ്സിന് അണ്ടർ നമുക്കറിയാം എവർട്ടൺ 2 വിജയം 1 ഡ്രോ 1 ലോസ്, അങ്ങനെയാണ് സോഫാർ 4 മാച്ചുകളിൽ നിന്നുള്ള റിസൾട്ടുകൾ. അപ്പുറത്ത് ലിവർപൂൾ അൺബീറ്റൻ ആണ്. ലിവർപൂളിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഈ വർഷത്തെ എല്ലാ മാച്ചുകളും, ഈ സീസണിൽ, വർഷത്തെ എന്നല്ല, ഈ സീസണിലെ എല്ലാ മാച്ചുകളും ഒരു എന്നാ പറയുക, ഒരു ത്രില്ലേഴ്സ് ആണ് അല്ലേ. ലാസ്റ്റ് മൊമെന്റ് വിന്നേഴ്സ്. നമ്മൾ നോക്കാനായിട്ടാണ് ലാസ്റ്റ് മാച്ച് അത്ലറ്റിക്കോ ഒക്കെ അഗൈൻസ്റ്റ് ആൻഫീൽഡിൽ 3-2 ജയിക്കുന്നു. സോ അവർ പംഡപ്പ് ആയിരിക്കും. ആൻഡ് ഒരു റിയാക്ഷന് വേണ്ടിയും തന്നെ ആയിരിക്കും ആൻഫീൽഡ് നോക്കിക്കുക. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് വിക്ടറി വേണം. നമുക്ക് അർണെ സ്ലോട്ടും പിള്ളേർ റെഡിയാണ്. ഇസാക്കിന്റെ ഡെബ്യൂട്ട് ഇൻ പ്രീമിയർ ലീഗ് കാണാനായിട്ടും ഫോർ ലിവർപൂൾ കാണാനായിട്ടും ഫാൻസ് ആവേശത്തോടെ നിൽക്കുമായിരിക്കും. അപ്പുറത്ത് ഡേവിഡ് മോയ്സിന്റെ സൈഡ് ഒട്ടും ഈസി അല്ല. എസ്പെഷ്യലി ആവും അവരുടെ ഡിഫൻസീവ്ലി സോൾഡ് ആയിട്ടുള്ള ഒരു സൈഡാണ്. ജാക്ക് ഗ്രീലിഷ് അന്യായ ഫോമിലാണ്. സോ മൊമെന്റ് അവരുടെ ഭാഗത്തും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ലിവർപൂൾ ഈസ് ഗോയിങ് ടു വിൻ ദിസ് മാച്ച്. ഇസാക്കിന്റെ ഫസ്റ്റ് ഗോൾ ഫോർ ലിവർപൂൾ വരുമെന്നൊരു ഫീലും. സോ ഐ ആം ഗോയിങ് ഫോർ എ 3-1 ലിവർപൂൾ വിൻ. ദാറ്റ്സ് മൈ പ്രഡിക്ഷൻ. സോ അവിടെ നമ്മൾ അടുത്ത മാച്ചിലോട്ട് നോക്കാനായിട്ടാണ്. ടോട്ടനാം ഹോട്ട്സ്പർ ബ്രൈറ്റൺ അവേ കളിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ടോട്ടനാം സീസണിലെ 3 വിജയവും 1 തോൽവിയാണുള്ളത്. ബോൺമുത്തിനോട് ഒരു നെട്ടിക്കുന്ന തോൽവിയാണ് അവർ വഴങ്ങിയത്. അതേസമയത്ത് ബ്രൈറ്റൺ ഹസ്ലറിന്റെ അണ്ടർ ഒരു ഷെയ്ക്കി സ്റ്റാർട്ട് എന്ന് വേണേൽ പറയാമല്ലേ. കുഴപ്പമില്ല, പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഗോൾസ് സ്കോർ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നു. ചില സമയത്ത് ലാസ്റ്റ് മൊമെന്റ്സിൽ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നു. സോ എനിക്ക് തോന്നുന്നത് ടോട്ടനാം ഹോട്ട്സ്പർ VRL അഗൈൻസ്റ്റ് ഒരു 1-0 വിക്ടറി ആയിട്ടാണ് വരുന്നത്. ഈവൻ ദോ പെർഫോമൻസ് ഇംപ്രസീവ് അല്ലായിരുന്നെങ്കിലും. സോ ഐ തിങ്ക് ടോട്ടനാം ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ദേ ആർ ഗോയിങ് ടു സംഹൗ ഗ്രൈൻഡ് ദ വിക്ടറി. ഐ തിങ്ക് ഒരു 2-1 ടോട്ടനാം പ്രഡിക്ഷൻ ആണ് എനിക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഉള്ള ഒപ്പീനിയൻ. അവിടെ നമ്മൾ മറ്റൊരു ബിഗ് മാച്ചിനായിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. ചെൽസി വിൽ ബി കമ്മിങ് ടു ഓൾഡ് ട്രാഫോർഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ചെൽസി. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10 മണിക്ക് നടക്കുന്ന ഈ മത്സരം റിയലി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയാണ്. മാൻ യുണൈറ്റഡ് ആണെങ്കിലും ചെൽസി ആണെങ്കിലും സീസൺ സ്റ്റാർട്ട് അധികം ഇമ്പ്രസീവ് അല്ല. മാൻ യുണൈറ്റഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും നമുക്കറിയാം ആകപ്പാടെ ഉള്ളത് ഒരേ ഒരു വിക്ടറിയാണ് ലീഗിലുള്ളത്. 1 ഡ്രോയും ഉണ്ട്, 2 തോൽവിയാണുള്ളത്. മാഞ്ചസ്റ്റർ ഡെർബി 3-0 തോറ്റാണ് വരുന്നത്. അതേസമയത്ത് ചെൽസി ലീഗിൽ 2 വിജയവും 2 ഡ്രോയും. ലാസ്റ്റ് മാച്ച് ബയൺ മ്യൂണിക്ക് എവേ ചെന്നിട്ട് മ്യൂണിക്കിനോട് 3-1 തോക്കുന്ന സിറ്റുവേഷൻ നമ്മളുണ്ട്. റിയലി ബാഡ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ലാസ്റ്റ് മാച്ചിൽ ലീഗിൽ ബ്രണ്ട്ഫോർഡിനോട് 2-2 സമനിലയായിരുന്നു. സോ ഒരു എക്സ്ട്രാ ഓൾമോസ്റ്റ് ഒരു 1 വീക്കിനടുത്ത് റെസ്റ്റ് കിട്ടിയത് മാൻ യുണൈറ്റഡിന് അഡ്വാൻറ്റേജ് ആണ്. അതേസമയത്ത് ചെൽസിക്ക് മിഡ് വീക്കിൽ അതും എവേ ഫിക്സർ, അതും ജർമ്മനി വരെ പറന്നു പോയിട്ട് മ്യൂണിക് അലിയാൻസ് അരീനെ പോയി കളിച്ചിട്ട് തിരിച്ചു വന്നതാണ്. സോ ഫറ്റീഗ്നെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ചെൽസിയുടെ പ്ലേയേഴ്സിൽ കാണും. ഓൾറെഡി ഈവൻ ആ ലാസ്റ്റ് മാച്ചിലും പെട്രോനെറ്റോ പോലത്തെ പ്ലേയേഴ്സ് ഫറ്റീഗിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു ബയൺ മ്യൂണിക് മാച്ചിൽ. സോ മേ ബി ഒരു സ്ക്വാഡ് റൊട്ടേഷൻ ആവശ്യമായിരിക്കാം. എസ്താവിയോ വില്യൻ, ഗർണാച്ചോ കമ്മിങ് ബാക്ക് ടു ഓൾഡ് ട്രാഫോർഡ്, അനദർ ഇൻട്രസ്റ്റിംഗ് തിങ്. സോ എസ്താവിയോ ഗർണാച്ചോ ഈ നെയിംസിൽ ആർക്കെങ്കിലും ഒക്കെ സ്റ്റാർട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എൻസോനെ ചിലപ്പം ബെഞ്ച് ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. പുള്ളി ടയേർഡാണ്. മേ ബി സാന്റോസിന് സ്റ്റാർട്ട് കിട്ടിയേക്കാം. ഡിഫൻസിൽ മേ ബി കുറച്ച് റൊട്ടേഷൻസ് വരാം. റീസ് ജെയിംസ് മേ ബി തിരിച്ച് റൈറ്റ് ബാക്കിലോട്ട് പോവാം. അപ്പുറത്ത് യുണൈറ്റഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും അമോറിമിന് ഫേസ് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. പുള്ളി ടാക്ടിക്കലി എനിക്കറിയത്തില്ല. എനിക്ക് പുള്ളിയുടെ റീസെന്റ് ഇന്റർവ്യൂ തോന്നുന്ന കാര്യം പുള്ളി വീണ്ടും ഒരു 2-man മിഡ്ഫീൽഡ് വെച്ച് തന്നെ പോകും. ബ്രൂണോ കസമീറോയോ ബ്രൂണോ ഗാർട്ടെ വെച്ച് തന്നെ ഇറക്കുന്ന ഒരു ഫീലാണുള്ളത്. അത് വെച്ച് പോവാണ് പണി വാങ്ങിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഞാൻ കൂടുതൽ കാണുന്നത്. ഐ ഡോണ്ട് നോ, പുള്ളി മാറി ചിന്തിക്കുമോ, ഒരു 3rd മിഡ്ഫീൽഡറിനെ എടുക്കുമോ, ചേഞ്ചുകൾ ടീമിൽ കൊണ്ടുവരുമോ, എനിക്ക് ഒരു ഐഡിയ ഇല്ല. റൂബൻ അമോറിമിനെ ട്രസ്റ്റ് ദ പ്രോസസ് പരിപാടിയൊക്കെ തീരാറായി എന്നൊരു ഫീലാണുള്ളത്. മെയിൻലി പുള്ളി മാറാൻ റെഡിയായിരുന്നു. നല്ല കോച്ചാണ്, എന്താണെന്ന് പറഞ്ഞാലും ഒരു നല്ല കോച്ചിന് മറ്റൊരു ലക്ഷണം മാറാൻ റെഡിയാവുകയാണെന്നുള്ളതാണ്. സോ റൂബൻ അമോറിം മാറാൻ റെഡിയാവുമോ, 3rd മിഡ്ഫീൽഡറിനെ ഇറക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഓൾഡ് ട്രാഫോർഡിൽ വരുമ്പോഴേക്കും യുണൈറ്റഡ് എത്ര മോശം ഫോമിലാണെങ്കിലും ചെൽസിക്ക് അഗെയിൻസ്റ്റ് പെർഫോമൻസ് സ്റ്റെപ്പ് ചെയ്യാറ്. അഥവാ ചെൽസി ഓൾഡ് ട്രാഫോർഡിൽ വന്നിട്ട് പെർഫോമൻസ് ഡൗൺ ആവാറുണ്ട്. ഓൾറെഡി ചെറിയൊരു ഫോം ഔട്ട് നിൽക്കുന്ന ചെൽസി ഓൾഡ് ട്രാഫോർഡിലോട്ട് വരുന്നു. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഓൾഡ് ട്രാഫോർഡ് ഒരു നല്ല വിസിറ്റിംഗ് സ്റ്റേഡിയം അല്ല ഹിസ്റ്റോറിക്കലി. ലാസ്റ്റ് 10 years ആയിട്ട് നോക്കുവാണെങ്കിൽ ആർക്ക്, ചെൽസിക്ക്. സോ എനിക്ക് തോന്നുന്ന ഒരു ഫീല് കുറച്ചുകൂടെ ടൈറ്റർ ആയിരിക്കും ഈ മാച്ച്. പക്ഷേ ഇവഞ്ച്വലി യുണൈറ്റഡ് ഇതും കൊണ്ടേ കല ഉടക്കുന്നൊരു ഫീലാണുള്ളത്. ഐ എം ഗോയിങ് ഫോർ എ 1-0 വിൻ ഫോർ ചെൽസി. ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ ചെൽസി അവേ വന്ന് ജയിക്കുന്നൊരു ഫീലാണുള്ളത്. അവിടെ നമ്മൾ മറ്റു ടീമിന്റെ മാച്ചിലോട്ട് കടക്കാനായിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ പ്രീമിയർ ലീഗിലെ ഈ ആഴ്ചയിൽ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് മാച്ച്, ഇഫ് നോട്ട് ഈ വീക്കെൻഡിൽ തന്നെ ബിഗസ്റ്റ് മാച്ച് ഓൾ ലീഗ്സിൽ നോക്കുവാണെങ്കിൽ തന്നെ ആർസണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി.
എമറേറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുക. ആർസണലിന്റെ ഹോം മാച്ചാണ്. മാഞ്ചസ്റ്റർ സിറ്റി ലീഗിൽ ഈവൻ ദോ സ്റ്റാർട്ട് അധികം ഗംഭീരമല്ലായിരുന്നു അല്ലേ. ആദ്യത്തെ മാച്ച് ജയിച്ചു, പിന്നെ 2 മാച്ച് തോറ്റു. ബട്ട് ലാസ്റ്റ് മാഞ്ചസ്റ്റർ ഡെർബി ജയിച്ചു. കൂടാതെ മിഡ് വീക്കിൽ നാപ്പോളിനെ ഹോമിൽ 2-0 ആധികാരികമായി തോൽപ്പിക്കുകയും ചെയ്തു. അപ്പുറത്ത് ആർസണൽ ആകപ്പാടെ ഈ സീസൺ തോറ്റത് ഒരേ ഒരു കളിയാണ്, അതും ലിവർപൂളിന് അഗൈൻസ്റ്റ് ആൻഫീൽഡിൽ ചെന്നിട്ടുള്ള ഒരു 1-0 ലോസ്. ഡൊമിനിക് സബോസ്ലൈയുടെ ഒരു വെടിയുണ്ട ഫ്രീ കിക്കിലാണ് തോറ്റത്. ഡിഫെൻസീവ്ലി വേൾഡ് ഫുട്ബോളിനെ ഏറ്റവും സോളിഡ് സൈഡ് തന്നെയാണ് ആർസണൽ. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പുറത്ത് ഡിഫെൻസീവ്ലി കുറച്ച് വൾണറബിലിറ്റീസ് ഉള്ള സൈഡാണ് നമ്മൾ നോക്കാനായിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി ലാസ്റ്റ് 2 ഗെയിംസിൽ കുസനോവ് റൈറ്റ് ബാക്കായിട്ടും ഗ്വാർഡിയോൾ സെൻറ്റർ ബാക്കായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം കുറച്ച് റിക്കവറി പേസ് കിട്ടിയിട്ടുണ്ട്. നിക്കോ റെയ്ലി ലുക്സ് റിയലി ഗുഡ് ആസ് എ ലെഫ്റ്റ് ബാക്ക്. ആൻഡ് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യം, ഹാളണ്ട് ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഡോക്ക് പോലത്തെ പ്ലേയേഴ്സ് ഗോളുകളും അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, ഫിൽ ഫോഡൻ തൻ്റെ പഴയ ഫോം കാണിച്ച് തുടങ്ങുന്നുമുണ്ട്. ലാസ്റ്റ് 2 മാച്ചുകൾ മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് ആണ് ആൾ കൊടുത്തുകൊണ്ടിരുന്നത്. കൂടാതെ കഴിഞ്ഞ 2 മാച്ചുകളിലും ക്ലീൻ ഷീറ്റ് നേടാനായിട്ട് സിറ്റിക്ക് സാധിക്കുകയും ചെയ്തു. ഡോണറൂമ സ്റ്റാർട്ട് ചെയ്ത 2 മാച്ച്, അതും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പുറത്ത് ആർസണലിലോട്ട് വരുമ്പോൾ ആർസണൽ വരുന്നത് ഒരു കൺവിൻസിങ് 2-0 വിക്ടറി ബിൽബാവോ എവേ ചെന്ന് നേടിക്കൊണ്ടാണ്. എന്തോ ആർസണലിൽ ഇഞ്ചുറി ഇഷ്യൂസ്, സലീബയും സാക്കയും ഒക്കെ ഇഞ്ചുറി വറീസ് ഉണ്ടെങ്കിലും മാഡുവൊക്കെ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. മൊസ്ക്വേറ സ്റ്റാർട്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ക്രിസ്ത്യൻ മൊസ്ക്വേറ ടീമിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ബെഞ്ചിൽ നിന്ന് മെറീനോ ഒക്കെയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. സുബിമെൻഡിയും റൈസും ലുക്സ് റിയലി ഗുഡ്. സോ ആ ടീം പതുക്കെ ഒരു ഓർഗനൈസ് ജെൽഡായി വരുന്നുണ്ട്. ബട്ട് ലീഗിൽ അർട്ടേറ്റ ഈ ടീമിന് ആ ഒരു ഫ്രീഡം കൊടുക്കുമോ, പോയി ഓപ്പണായിട്ട് കളിക്ക്. ലാസ്റ്റ് വീക്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് അഗേൻസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഫ്രം ആർസണൽ ആയിരുന്നു ഓപ്പൺ പ്ലേയിൽ നമ്മൾ കണ്ടത്. സോ ആ ഒരു ഫ്രീഡത്തോടുകൂടി തന്നെ കളിക്കുക. ഹോം മാച്ച് ആണ്, സിറ്റിക്ക് അഗേൻസ്റ്റ് ആണ്. ഇപ്പൊ ബിൽബാവോ എവേ ചെന്നിട്ട് ഓക്കെ ആ ഒരു പുള്ളിയുടെ ആ ഒരു ഡിഫൻസീവ് സോളിഡാരിറ്റി സ്റ്റൈൽ ഓഫ് പ്ലേ ഒക്കെ ഇറക്കി, അത് ഞാൻ 100% ജസ്റ്റിഫൈ ചെയ്യുന്നു. ചാമ്പ്യൻസ് ലീഗ് എവേ ഫിക്സ്റ്റേഴ്സ് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് എവേ ആണെങ്കിലും ഹോം ആണെങ്കിലും സോളിഡായിട്ട് കളിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ലീഗിൽ വെൻ ഇറ്റ് കംസ് ടു വിന്നിങ് ദ ടൈറ്റിൽ കുറച്ച് ഓപ്പൺ ആവണം. ഹോം മാച്ച് ആണെങ്കിലും എവേ മാച്ച് ആണെങ്കിലും ഈ സിറ്റി ആൻഫീൽഡ് ലാസ്റ്റ് വീക്ക് ലിവർപൂളിന് അഗേൻസ്റ്റ് കളിച്ചപ്പോൾ അധികം ഓപ്പൺ ആയല്ല ആർസണൽ കളിച്ചത്. സോ സിറ്റിക്ക് അഗേൻസ്റ്റ് ഈ ആഴ്ച ഹോമിലാണ് കളിക്കുന്നത്. സോ ആർസണൽ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ ശ്രമിക്കണം. ഓക്കെ, സോളിഡായിട്ട് നമുക്ക് നിൽ കീപ്പ് ചെയ്ത് ലാസ്റ്റ് 80 മിനിറ്റ് വരെ, അപ്പോൾ ലാസ്റ്റ് ഒരു സെറ്റ് പീസ് ഗോൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് ജയിക്കാം. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് ഓക്കെ നമുക്ക് ഫസ്റ്റ് മിനിറ്റ്സ് തൊട്ട് തന്നെ ലെറ്റ്സ് ഗോ ഫോർ 1-0 ആക്കിയാൽ ലെറ്റ്സ് ഗോ ഫോർ 2-0 ആക്കിയാൽ ലെറ്റ്സ് ഗോ ഫോർ 3-0. സോ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അർട്ടേറ്റയ്ക്ക് ലീഗിൽ എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതിന് പലരും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് ഇതുവരെയുള്ള ആൻസർ നോ ആണ്. കഴിഞ്ഞ 3 സീസണായിട്ട് പുള്ളി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു മാച്ച് മേ ബി പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരാൻ പോകുന്ന മാച്ചാണോ എന്നാണ് എല്ലാവരും ഈഗർലി നോക്കി നിൽക്കുന്ന കാര്യം. അപ്പുറത്തെ പെപ്പ് ഗോഡിയോളെ നമുക്ക് നോക്കാനായിട്ടാണ് ലാസ്റ്റ് 2 മാച്ചിൽ നിന്ന് കുറച്ച് മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലും ഉണ്ട്. സോ ഐ തിങ്ക് ദിസ് മാച്ച് ഈസ് ഗോയിങ് ടു ബി ആൻ എൻ്റർടൈനിങ് മാച്ച്. അർട്ടേറ്റ കുറച്ചുകൂടെ ടീമിന് ആ ഒരു ഫ്രീഡം കൊടുത്ത് കളിപ്പിക്കുമെന്നൊരു ഫീലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സിറ്റി അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ സിറ്റി മേ ബി ചെറിയൊരു അണ്ടർഡോഗായിട്ടാണ് വരുന്നത്. അത് മേ ബി അവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പ്ലേ ചെയ്യുന്ന ഒരു ഫീലുണ്ട്. ഐ ആം ഗോയിങ് ഫോർ എ സിറ്റി വിൻ. ഐ തിങ്ക് സിറ്റി ഈസ് ഗോയിങ് ടു വിൻ ദിസ് മാച്ച്. 2-1 മാഞ്ചസ്റ്റർ സിറ്റി വിൻ ആണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. എമറേറ്റ്സ് വന്നിട്ട് സിറ്റി വിക്ടറി നേടുന്നൊരു പ്രതീക്ഷയുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അവിടെ നിന്ന് നമ്മൾ നേരെ ലലീഗയിലോട്ട് കിടക്കുവാണ്. സോ ലലീഗയിലോട്ട് വരുമ്പോഴേക്കും റയൽ മാഡ്രിഡ് വേഴ്സസ് എസ്പാനിയോൾ ആ മാച്ചിലൂടെയാണ് കിക്ക് ഓഫ് അല്ല, ബിഗ് ടീംസിൽ 3 മാച്ചുകൾ ആദ്യത്തെ മാച്ച് അതാണ്. സോ ഇന്ന് രാത്രി 7:45 ആ ഒരു മത്സരം നടക്കുക. സോ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ലാസ്റ്റ് സീസൺ എസ്പാനിയോളിനെ ഹോമിൽ 4-1 തോൽപ്പിച്ചു. എവേ എന്നിട്ട് 1-0 തോക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു റയൽ മാഡ്രിഡ്. ആൻഡ് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ജൂഡ് ബെല്ലിംഗം തിരിച്ച് ഫിറ്റാണ്. പുള്ളി മാച്ച് ഡേ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു മാർസയ്ക്ക് അഗേൻസ്റ്റ്, പക്ഷേ ഇറക്കിയില്ല. എനിക്ക് തോന്നുന്നു ഈ മാച്ചിൽ മിക്കവാറും പുള്ളി സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. മേ ബി ബെഞ്ചിൽ നിന്ന് ഇറങ്ങുമായിരിക്കും. സോ ബെല്ലിംഗം തിരിച്ചു വരുന്നത് ഒരു ഹ്യൂജ് ബൂസ്റ്റ് ആണ്. കാരണം അവിടെ ഗൂളറിനാണേലും മേ ബി മസ്താൻഡുവാനൊക്കെ ആണെങ്കിലും ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പുള്ളിക്ക് സാധിക്കും. മേ ബി ഗൂളറിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, മസ്താൻഡുവാനോ ബെഞ്ചിലാവാം. അല്ല ഗൂളർ മോശമായിട്ട് കളിക്കുവാണെങ്കിൽ ജൂഡ് ബെല്ലിംഗം ഉണ്ട്. സോ പുള്ളി ആ റോളിലോട്ട് വരും എന്നുള്ളൊരു പേടി കാണാം. സോ ജൂഡ് ബെല്ലിംഗമിന് പുള്ളി എങ്ങനെ അഡാപ്റ്റ് ചെയ്യും, ആർക്ക് കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ടാണ് പുള്ളി ജൂഡ് ബെല്ലിംഗിനെ യൂസ് ചെയ്യാൻ പോകുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ റയൽ മാഡ്രിഡ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ട്രെൻഡ് അലക്സാണ്ടർ റൊണാൾഡോ റെഡ് കാർഡ് ലാസ്റ്റ് മാച്ചിൽ കിട്ടിയതിനാൽ ഡീൻ ഹഡ്സനും കാണത്തില്ല. സോ ലെറ്റ്സ് സീ ഡിഫെൻസീവ്ലി എന്ത് സോളിഡായിട്ടായിരിക്കും പുള്ളി സെറ്റപ്പ് ചെയ്യുക ഈ സൈഡിനെ എന്നുള്ള കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു ഹോം മാച്ചാണ്. എസ്പാനിയോൾ സ്റ്റാർട്ട് മോശമല്ല, സോഫാർ അൺബീറ്റഡ് ആണ്. 4 മത്സരങ്ങളിൽ 3 വിജയവും 1 ഡ്രോയും മാത്രമേ ഉള്ളൂ. അവർ 3rd സ്പോട്ടിലും ഉണ്ട്. ലീഗ് ടൈറ്റിൽ ടേബിളിൽ വരുമ്പോഴേക്കും പൊസിഷനിൽ വരുമ്പോഴേക്കും ലീഗ് ടൈറ്റിലല്ല ടേബിൾ പൊസിഷൻ. സോ ഐ തിങ്ക് എസ്പാനിയോട് അത്യാവശ്യം ഒരു ഫൈറ്റ് കൊടുക്കും. പക്ഷേ റയൽ മാഡ്രിഡ് 2-2 കണ്ടെയ്നായിരിക്കും. 3-1 റയൽ മാഡ്രിഡ് വിൻ ആണ് എൻ്റെ പ്രഡിക്ഷൻ. ആൻഡ് ഐ ആം ഗോയിങ് ഫോർ
ഐ തിങ്ക് കിലിയൻ എംബാപ്പെ വിൽ കണ്ടിന്യൂ സ്കോറിംഗ് ഫോം എന്നൊരു ഫീലും ഉണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അവിടെ നിന്ന് നമ്മൾ മറ്റൊരു ടീമിന്റെ മാച്ച് പറയാനായിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് മയോർക്ക മാച്ചാണ്. മയോർക്ക എവയാണ് അത്ലറ്റിക്കോ കളിക്കുന്ന. സൺഡേ വൈകിട്ടാണ് ഈ ഒരു മത്സരം 7:45 തോന്നുന്നു. ആ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും നമുക്കറിയാം മയോർക്ക ഇപ്പോൾ റെലഗേഷൻ സോൺ 19ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അവരുടെ സ്റ്റാർട്ട് ഒട്ടും നല്ലതല്ല. ഒരു ഡ്രോയും 3 തോൽവിയും എങ്ങാണ്ടാണുള്ളത്. അപ്പോൾ അത് അത്ലറ്റിക്കോ മാഡ്രിഡ് സ്റ്റാർട്ട് വളരെ മോശമായിരുന്നു. ആദ്യത്തെ 3 മാച്ചുകളിൽ നിന്ന് അവർക്ക് ആപ്പാടെ ഉണ്ടായിരുന്നത് 2 ഡ്രോയും 1 തോൽവിയായിരുന്നു. ആൻഡ് ലാസ്റ്റ് മാച്ചിൽ VRL അഗേൻസ്റ്റ് 2-0 ജയിച്ചു. ആൻഡ് വിത്ത് ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും ആൻഫീൽഡിൽ ചെന്നിട്ടൊരു നല്ല പെർഫോമൻസ് കൊടുത്തൊരു 3-2 ലോസ് ആണ് വഴങ്ങിയെങ്കിൽ അതൊരു കോൺഫിഡൻസ് തരുന്ന പെർഫോമൻസ് ആയേക്കാം മേ ബി. ആൻഡ് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പം ഇപ്പോൾ യൂലിയൻ അൽവാറസ് കളിക്കുമോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ യൂലിയൻ അൽവാറസ്, അലക്സ് ബെയ്ന, ജിമിനസ്, ധാരാളം ഇഞ്ചറി ഇഷ്യൂസ് ഈ ടീമിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. കാർഡോസയുടെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലൊക്കെ ഇഷ്യൂസ് ഉണ്ട്. സോ ഏത് ടീമിനെ ആയിരിക്കും പുള്ളി അണിനിരത്തുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മേ ബി ലാസ്റ്റ് ലിവർപൂൾ മാച്ചിന് അഗേൻസ്റ്റ് കളിച്ച ആ സെയിം ലൈനപ്പിനെ പുള്ളി ഇറക്കിയേക്കാം എന്നൊരു ഫീൽ എനിക്കുണ്ട്. ഐ ആം ഗോയിങ് ഫോർ എ 3-0 കംഫർട്ടബിൾ അത്ലറ്റിക്കോ മാഡ്രിഡ് വിൻ. മയോർക്ക എവയാണ്, പക്ഷേ എന്നാൽ അത്ലറ്റിക്കോ ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യണം. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ചെറിയൊരു മൊമെൻറ്റം കാണുന്നുണ്ട്. അവരെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അവരെ കണ്ടിന്യൂ ചെയ്യണം. സിമിയോണി അത് ചെയ്തേ പറ്റൂ. ആൻഡ് 3-0 അത്ലറ്റിക്കോ മാഡ്രിഡ് വിൻ ഈസ് മൈ പ്രഡിക്ഷൻ. അവിടുന്ന് നമ്മൾ ബാർസലോണ വേഴ്സസ് ഗെറ്റാഫെ ഇന്ത്യൻ സമയം മൺഡേ വെളുപ്പിന് 12:30 നടക്കുന്ന ഈ ഒരു മത്സരം മാൻ ലാസ്റ്റ് ഇയർ 2 മാച്ചും 1-0 ആയിരുന്നു ബാർസലോണ വിജയിച്ചത്. സോ ഗെറ്റാഫെ എവേ എപ്പോഴും നമ്മൾ നോക്കാനായിട്ടാണ് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫിക്സറാണ്. അത് എന്നാ പറയുക, ഒരു ഗോളിൽ കൂടുതൽ വരാനായിട്ടുള്ള സാധ്യത കുറവാണെന്നായിരിക്കും മിക്കവരും പ്രഡിക്റ്റ് ചെയ്യുക. കാരണം ഹറാം ബോൾ അറ്റ് ഇറ്റ്സ് പീക്കാണ് ബോർഗാലസ് അവിടെ കളിപ്പിക്കുന്നത് ആരെ ഗെറ്റാഫേനെ. സോ ഈസി ആയിരിക്കത്തില്ല. ഗെറ്റാഫെ ഈ സീസണിൽ സോഫാർ 3 വിജയവും 1 തോൽവിയാണ് അവർക്കുള്ളത്. ബാർസലോണ 3 വിജയവും 1 ഡ്രോയുമാണുള്ളത്. ബാർസലോണ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഡിഫൻസീവ്ലി കുറച്ച് ബെറ്റർ ആയ ഒരു ഫീലുണ്ട്. 2 മാച്ചും വാലൻസിയയ്ക്ക് അഗെയിൻസ്റ്റ് ആണെങ്കിലും ലാസ്റ്റ് ന്യൂകാസിൽ മാച്ചിലാണെങ്കിലും വളരെ ഇംപ്രസീവ് ആയിട്ട് തന്നെയാണ് ബാർസലോണ പെർഫോം ചെയ്തത്. ആൻഡ് ഇത് ഹോം മാച്ച് കൊണ്ടാണ് ബാർസലോണയ്ക്ക്. സോ ഐ തിങ്ക് ഗെറ്റാഫെ വോണ്ട് ബി ആൻ ഈസി ഒപ്പോണന്റ്. അവർ അത്യാവശ്യം നല്ല പരിക്ക് കളി തന്നെ എടുക്കും. ഐ തിങ്ക് റാഷ്ഫോർഡ് ആളുടെ സ്കോറിംഗ് ഫോം കണ്ടിന്യൂ ചെയ്യുമെന്നൊരു ഫീലുണ്ട്. ആളുടെ ലലീഗയിലെ ഗോളും ഈ ആഴ്ച വരും എന്നുള്ളൊരു ഫീലുണ്ട്. സോ ഐ ആം ഗോയിങ് ഫോർ എ 3-0 ബാർസലോണ വിൻ. 1-0 അല്ല 3-0 ഞാൻ പ്രഡിക്റ്റ് ചെയ്യണം. നമ്മൾ അടിക്കും, 3 അടിക്കും അവർക്കിട്ട്. ആൻഡ് റാഷ്ഫോർഡും ഗോൾ അടിക്കും. ഐ തിങ്ക് റൂണി ബാർഡിയെ മിക്കവാറും ആളുടെ ഡെബ്യൂട്ട് ഗോൾ ഫോർ ബാർസലോണ അടിക്കും എന്നൊരു ഫീലുണ്ട്. ലെമീൻ യമാലിനെ ഈ മാച്ച് യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റിസ്ക് ആയിരിക്കും. ഈ മാച്ചിലോട്ട് ഇറക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. മിക്കവാറും ഓൾമോയ്ക്ക് സ്റ്റാർട്ട് ഇട്ടുമായിരിക്കും. ഫെർമിൻ ലോപ്പസ് ഒക്കെ 2 മാച്ച് അത്യാവശ്യം നല്ല വർക്ക് ലോഡ് എടുത്തിട്ടുണ്ട്. മേ ബി പുള്ളിക്ക് ഒരു റെസ്റ്റ് വേണമായിരിക്കാം. മേ ബി പെഡ്രി ഡിയോങ്ങിൽ ഒരു ചേഞ്ച് വരാൻ കസാഡോ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേ ബി എറിക് ഗാർഷ്യ ഡിഫൻസിലോട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. മെയിൻലി കുബാർസി ലാസ്റ്റ് ന്യൂകാസൽ മാച്ചിൽ ചെറിയൊരു നോക്ക് കിട്ടിയാണ് ആളെ മാറ്റിയത്. ക്രിസ്ത്യൻസനെ ഇറക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ മേ ബി കുബാർസി മാറി അറോഹോ എറിക് ഗാർഷ്യ അല്ലെങ്കിൽ അറോഹോ ക്രിസ്ത്യൻസൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അവിടെ നമ്മൾ സിരിയെ ഒന്ന് ടച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ സിരിയയിലെ ബിഗസ്റ്റ് മാച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റോം ഡെർബിയാണ്. സോ AS റോമ വേഴ്സസ് ലാസിയോ. സോ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും 2 ടീമും ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ ചെറിയൊരു മൊമെൻറ്റം മേ ബി റോമയോടൊപ്പം ഒന്ന് പറയാം. കാരണം റോമയുടെ 3 മാച്ചുകളിൽ അവർ 2 വിജയവും 1 തോൽവിയുമാണ്. ബട്ട് 3 മാച്ച് നിങ്ങൾ നോക്കാനായിട്ടാണ് 1-0 വിന്നും 1-0 ലോസുമാണ്. ഇവർ ടൊറീനോയോടാണ് ലാസ്റ്റ് മാച്ച് 1-0 തോറ്റു. പക്ഷേ ഡിഫൻസീവ്ലി കുറച്ച് ഓർഗനൈസ്ഡ് ആയ പോലെ തോന്നുന്നുണ്ട് റോമ. ആൻഡ് ഗ്യാസ്പറിനി നമുക്കറിയാം ആദ്യമേ ഒരു സ്ലോ സ്റ്റാർട്ടായിരിക്കും. ഇവൻ അറ്റ്ലാന്റയിലാണ്. പുള്ളി പതുക്കെ ബിൽഡ് ചെയ്തായിരിക്കും വരിക. ആദ്യമേ പുള്ളി കൊണ്ടുവരാൻ നോക്കുന്ന ആ ഒരു ഡിഫൻസീവ് സ്റ്റെബിലിറ്റിയാണ്. പിന്നീടാണ് നമ്മളെ പീക്ക് അറ്റാക്കിംഗ് ഫോം ഓഫ് ഗ്യാസ്പറിനി സ്റ്റൈൽ നമ്മൾ കാണുന്നത്. സോ ആദ്യത്തെ 3 മാച്ചുകളിൽ നിന്ന് ഡിഫൻസീവ്ലി ലുക്ക് ഗുഡ്. 3 മാച്ചിൽ നിന്ന് ആപ്പാടെ കൺസീഡ് ചെയ്തത് ഒരേ ഒരു ഗോളാണ്. 2 ഗോളാണ് അവർ സ്കോർ ചെയ്തിട്ടുള്ളൂ. അപ്പുറത്തെ ലാസിയോയുടെ സ്റ്റാർട്ട് അണ്ടർ സാരി ഈ സീസൺ വളരെ മോശമാണെന്ന് വേണം ഓവറോൾ പറയാം. ആകപ്പാടെ ഉള്ളത് ഒരേ ഒരു വിജയമാണ്, 2 തോൽവിയാണുള്ളത്. സസസോളയോടും കോമോയോടും ലാസിയോ തോറ്റു. ഒരു മാച്ച് മാത്രമാണ് അവർക്ക് ജയിക്കാനായിട്ട് സാധിച്ചത്. സോ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ ലാസിയോയ്ക്ക് ധാരാളം ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ടെന്നുള്ള രീതിയിലും റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ ഐ തിങ്ക് റോമ ഒരു സ്ലൈറ്റ് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ. ഐ ആം ഗോയിങ് ഫോർ എ 3-1 റോമ വിൻ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. അവിടുന്ന് നമ്മൾ നേരെ മറ്റൊരു 2-3 ടീമുകളുടെ കാര്യം പറയാനായിട്ടാണ്. യുവൻഡസ് വെറോണയ്ക്ക് അഗെയിൻസ്റ്റ് ആയിരിക്കും കളിക്കുക. ഇന്ന് രാത്രി 9:30 മത്സരം. വെറോണ ആവേ. ഐ തിങ്ക് യുവൻഡസ് ലാസ്റ്റ് മാച്ച് നമ്മൾ കണ്ടു ഡോർട്ട്മുണ്ട് അഗെയിൻസ്റ്റ് എങ്ങനെയാണ് ഒരു കംബാക്ക് നടത്തിയത്. ഇന്ററിന് അഗെയിൻസ്റ്റ് ഒരു കംബാക്ക് വിൻ നേടി അതിന് മുമ്പത്തെ സിരിയ മാച്ചിൽ. സോ ഐ തിങ്ക് യുവൻഡസ് മിക്കവാറും ആ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നൊരു ഫീലുണ്ട്. ഐ ആം ഗോയിങ് ഫോർ അഗെയിൻ എ 3-0 യുവൻഡസ് വിൻ. ലെറ്റ്സ് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും.
അവിടുന്ന് മിലാൻ ഉഡിനീസെ എവയാണ് കളിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ സൺഡേ വെളുപ്പിന് 12:15 ഈ ഒരു മത്സരം നടക്കുക. മിലാനും ലാസ്റ്റ് 2 മാച്ച് ജയിച്ച്, ആദ്യത്തെ മാച്ച് തോറ്റെങ്കിലും പിന്നീടുള്ള 2 ലീഗ് മാച്ചും ജയിച്ചു. അങ്കിൾ മോഡ്രിച്ചിൻ്റെ ഒരു ഗോളിലാണ് ലാസ്റ്റ് മാച്ച് ജയിച്ചത്. നമുക്കറിയാം 1-0 വിക്ടറിയാണ് നേടിയത്. അലഗ്രിയാണ്. സോ ഒരു ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് തന്നെ നമ്മൾ കാണുമായിരിക്കും. എവേ മാച്ച് നിന്ന് ടൈറ്റായിട്ട് തന്നെ നിൽക്കും. മേ ബി ഒരു കൗണ്ടർ അറ്റാക്കിലോ എവിടുന്നേലും സെറ്റ് പീസിലോ അല്ലെങ്കിൽ ഒരു പെനൽറ്റിയിലൂടെ വല്ലതും ഗോൾ സ്കോർ ചെയ്തൊരു 1-0 വിക്ടറി നേടിക്കൊണ്ട് തന്നെ മിലാൻ വരുമെന്നൊരു ഫീലാണ് എനിക്ക് ഇപ്പോഴുള്ളത്. അവിടുന്ന് സസസൂളയ്ക്ക് അഗെയിൻസ്റ്റ് ആണ് ഇന്റർ കളിക്കുക. സസസൂളയും ലീഗിൽ 3 മാച്ചിൽ നിന്ന് 2 തോൽവിയും ഒരു വിജയമാണ് ഉള്ളത്. അതേ സമയത്ത് ഇന്ററിനും സെയിം ആണ്. ഇന്ററിന് സ്റ്റാർട്ട് റിയലി ബാഡ് ആണ് ഉള്ളത് പറയാലോ. 2 തോൽവിയും 1 വിജയവും മാത്രമാണ് ഉള്ളത്. ലാസ്റ്റ് മാച്ച് യുവൻറ്റസിന് അഗെയിൻസ്റ്റ് ലീഡ് കൊണ്ട് ബോട്ടിൽ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. 3-2 ലീഡ് ലാസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് ബോട്ടിൽ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ ഇന്റർ ഈവൻ ദോ അയാക്സിനെ ലാസ്റ്റ് മാച്ച് 2-0 അവേ എന്ന് ജയിച്ച് ആ ഒരു കോൺഫിഡൻസ് കിട്ടി കാണും, പ്രതീക്ഷിക്കുക അല്ലേ. കാരണം ലീഗിലെ സ്റ്റാർട്ട് പോറാണ്. ലീഗിൽ ഈ ഒരു സ്റ്റാർട്ട് പോരാ. പലരും ടൈറ്റിലിൽ നാപ്പോളിനെ ഇവർ ചാലഞ്ച് ചെയ്യുന്നൊരു ഫീല് സീസൺ സ്റ്റാർട്ട് ഉണ്ട്. അതിനുള്ള സ്ക്വാഡ് ഉണ്ട് അവർക്ക്. സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. ഐ തിങ്ക് ഇന്റർ വിൽ കം ബാക്ക് ടു വിന്നിംഗ് ബേസ് ഇൻ സിരിയ എന്നൊരു ഫീലുണ്ട്. സസസൂളനെ അഗേൻസ്റ്റ് എവേ ഫിക്സ്ചറിൽ 2-1 ഒരു വിക്ടറി ഇന്റർ നേടുന്നൊരു ഫീലാണുള്ളത്. അവിടെ നിന്ന് നാപ്പോളി പിസയ്ക്ക് അഗേൻസ്റ്റ് ഹോമിലാണ് കളിക്കുക. ഐ തിങ്ക് നാപ്പോളി വിൽ വിൻ 3-0 എന്നൊരു ഫീലാണ് ഈ മാച്ചിലുള്ളത്. അവിടുന്ന് നമ്മൾ ബുണ്ടസ് ലീഗയുടെ കാര്യം ഒന്ന് ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ബുണ്ടസ് ലീഗയിൽ ബയൺ മ്യൂണിക് ആണെങ്കിലും ഹോഫൻഹൈമൻ അഗേൻസ്റ്റ് എവേ ഫിക്സറാണ് കളിക്കാനായിട്ട് പോവുക. സോ ഹോഫൻഹൈമൻ ആണെങ്കിൽ ലീഗിൽ സോഫാർ തോറ്റിട്ടില്ലെന്ന് തോന്നുന്നു. 2 വിജയവും 1 ഡ്രോയും ആണുള്ളത്. അപ്പുറത്ത് ബയൺ മ്യൂണിക്ക് കളിച്ച 3 ജയിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. സോ ബയൺ ആണെങ്കിൽ ചെൽസിക്ക് അഗേൻസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 3-1 വിക്ടറിക്ക് ശേഷമാണ് വരുന്നത്. ലീഗിൽ 14 ഗോൾ അവർ 3 മാച്ചിൽ നിന്ന് സ്കോർ ചെയ്തപ്പോൾ കൺസീഡ് ചെയ്തത് 2 ഗോളാണ്. അതും കൺസീഡ് ചെയ്തത് 1 മാച്ചിൽ തന്നെയാണ് 2 ഗോൾ ഓക്സ്ബർഗിന് അഗേൻസ്റ്റ്. ബാക്കി 2 മാച്ച് അവർ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്ത്. ഇവൻ ചെൽസിക്ക് അഗേൻസ്റ്റും ഇവൻ അവരുടെ ഓപ്പണായിട്ട് അവർ കളിക്കുന്നുണ്ടെങ്കിലും ഈവൻ ചെൽസിക്ക് പോലും ഒരു 1 ഗോളെ സ്കോർ ചെയ്യാൻ സാധിച്ചുള്ളൂ. ബട്ട് അവരുടെ സ്ട്രെങ്ത് ഗോയിങ് ഫോർവേഡ് തന്നെയാണ് അല്ലേ. സ്പേസ് ഹോഫൻഹൈമിന് ഗോൾ അടിക്കാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടും. ക്യാൻ ദേ കൺവേർട്ട് ദാറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. പക്ഷേ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ? കൺവേർട്ട് ചെയ്താലും ബയനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഐ തിങ്ക് ബയൺ ഈസ് ഗോയിങ് ടു ഔട്ട് സ്കോർ ദം. ഐ ആം ഗോയിങ് ഫോർ എ 5-2 ബയൺ മ്യൂണിക് വിത്ത് ഫിക്സറിൽ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. സോ ഇതൊക്കെയാണ് ഓവറോൾ ഈ ഒരു വീക്കിലുള്ള മാച്ച് പ്രഡിക്ഷൻസും മറ്റുമൊക്കെ. നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.